യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ റൂട്ടാണ് തിരുനെൽവേലിയിൽ നിന്ന് കോട്ടയത്തോട്ടുള്ള റോഡിലൂടെയുള്ള ഈ യാത്ര. മരങ്ങളും മലകളും കുന്നുകളും സൈഡിലൂടെ അരുവികളും എന്നുവേണ്ട എല്ലാം ഉണ്ട്. നല്ല ഫ്രഷ്നെസ് ആയിരിക്കും അതുവഴി പോകുമ്പോൾ. പക്ഷേ എനിക്കത്ര സുഖമൊന്നുമില്ല, കാരണം എനിക്ക് വാളുവെപ്പിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് അധികം ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ ഒരു ഫോട്ടോ വ്ളോഗറോ ട്രാവൽ വ്ളോഗേഴ്സോ ഫോട്ടോഗ്രാഫറോ ഒക്കെ ആണെങ്കിൽ അടിപൊളി ലൊക്കേഷനാണ്. ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് കുറ്റാലം വെള്ളച്ചാട്ടമുണ്ട്, പാലരുവി വെള്ളച്ചാട്ടമുണ്ട്, തെന്മല ഡാമുണ്ട്. അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. ദാ ഈ കാണുന്ന പാലം മനസ്സിലായോ? ചെയ്യ 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 ചെയ്യ, ആ അത് തന്നെയാണ് ഈ പാലം. ഇതുവരെ എപ്പോൾ പോയാലും ആ പാട്ട് ഓർമ്മ വരും. നിങ്ങളെയും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാമെന്ന് കരുതി. ഇവിടെ ഒരുപാട് ആൾക്കാർ നിർത്തി ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ നിൽക്കാറുണ്ട്. ഞങ്ങൾ എവിടെയും നിർത്തിയില്ല. ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം നിർത്തി. ഇനി നേരെ വീട്ടിൽ പോയേ നിൽക്കുന്നുള്ളൂ. ഉച്ചയ്ക്ക് ഭക്ഷണം വീട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞു. കാരണം ചച്ചു അമ്മമാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ ഉണ്ടാക്കി വെക്കണമെന്ന്. അത് കാരണം ആ ഒരു പ്രതീക്ഷയിൽ മാത്രമാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീടെത്താറായി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ എങ്ങും നിർത്താതെ നേരെ എത്തിയതുകൊണ്ട് കറക്റ്റ് ഒരു 5:30-6 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് വീടെത്താൻ സാധിച്ചു. നേരെ വീട്ടിൽ നിന്ന് അടുക്കളയിലോട്ട് കയറി അവിടെ പോയി എല്ലാം പൊക്കി നോക്കി. ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും കണ്ടപ്പോഴത്തേക്കാണ് എന്താ ഒരാശ്വാസം. യാത്രാക്ഷീണം എല്ലാം ബിരിയാണി കഴിച്ച് മാറി. പിന്നെ ബിരിയാണി കഴിച്ചതിൻ്റെ ഒരു ക്ഷീണമായിരുന്നു.